നല്ല കപ്പാസിറ്റി ഉള്ള ആക്ടേഴ്സിന്റെ കൂടെ ഡയറക്ടേഴ്സ് കൊളാബറേറ്റ് മെജോറിറ്റി വർക്ക് ആവും, ചിലതൊക്കെ വർക്ക് ആവാതെ പോകും സ്ക്രിപ്റ്റിന്റെ പ്രശ്നം കൊണ്ട്. അത് നമ്മളൊരിക്കും അയ്യോ ഗോഡ് ലൈക്ക് വാട്ട് ഹാപ്പൻ, നല്ലൊരു ആക്ടർ, നല്ല കപ്പാസിറ്റി ഉള്ള ആക്ടർ, പക്ഷെ ഇതിൽ കൊണ്ട് നമ്മൾ പറയും ഇങ്ങനെ തന്നെ, ഇതിൽ കൊണ്ട് തല വെച്ചല്ലോ ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ തോന്നിയ സിനിമകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ലൈക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു? പേഴ്സണൽ സജഷൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ആസ് എൻ ഓഡിയൻസ്? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓഡിയൻസ് എന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വേണമെങ്കിൽ കോമന്റ് ആണ്. പക്ഷെ ഞാനേ എൻ്റെ കേസിൽ ഞാൻ ആക്ടേഴ്സിനടുത്ത് പറയാറുണ്ട്, പേഴ്സണലി ഞാൻ പറയും. കാരണം എന്നോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും യു റിയലി നീഡ് ടു പുഷ് യുവർ സെൽഫ്. അപ്പോൾ ഇത് തന്നെയാണ് നീ ചെയ്തുകൊണ്ട് ഞാൻ കുറേ നാളായിട്ടും. അത് കേൾക്കുമ്പോൾ ചില ആൾക്ക് നല്ല രീതിയിൽ റിസീവ് ചെയ്യും, ചില ആൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടുമുണ്ട്. അപ്പം ഇവർ ഇഫ് ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് ക്രിറ്റിസിസം then they should stop asking for feedback. അതാണ് എൻ്റെ ഒരു പോയിന്റ്. ഇപ്പം ഞാനിപ്പോൾ വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ട് അതെ ഭയങ്കര മോശമായിരുന്നു നിങ്ങൾ എന്തിനാ ചെയ്തത് ഞാൻ ചോദിക്കാറില്ല. ചോദിച്ചാൽ ഇപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാലോ, ഞാൻ ഞാനൊരു നാളൊരു വളരെ വളരെ മോശമായ സിനിമ കണ്ടു, വളരെ മോശമായ സിനിമ, അത് മലയാളത്തിൽ. അപ്പം ഞാൻ എന്നിട്ട് അത് ഞാൻ അവരോട് പറയാം. അപ്പം അതിൻ്റെ ഡയറക്ടറിനെ കണ്ടപ്പോൾ പടം കണ്ടുവെന്ന് ചോദിച്ചു. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. പ്രശ്നം കണ്ടു എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എല്ലാതും പറയേണ്ടി വരും. അപ്പൊ ഞാൻ ഇതുകൊണ്ട് തന്നെ പല സിനിമകളുടെ പ്രിവ്യൂ ഷോയിന് വിളിക്കുമ്പോൾ ഞാൻ പോവാത്തതിന്റെ കാരണം ഞാൻ പ്രിവ്യൂ ഷോയിന് പോയി ഇപ്പം എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രൊഡ്യൂസറിനെ എഫക്ട് ചെയ്യും, ഡയറക്ടറിനെ എഫക്ട് ചെയ്യും, എല്ലാവരും എഫക്ട് ചെയ്യും. പോവാണ്ടിരുന്ന പ്രശ്നം തീർന്നില്ലേ? ഇപ്പൊ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം, I will go out of my way to tell people you should watch this. It's a great film എന്ന് പറയും. ഞാൻ പറയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിഷ്കിന്റെ കാണും, it's brilliant. You loved it, alle? I loved it in the sense of the way they wrote the screenplay is amazing. Beautiful direction, beautiful acting, എല്ലാതും ഒരു ഡയറക്ടറിന്റെ ഒരു ക്ലാസ് വർക്കാണ്. സിനിമാറ്റോഗ്രഫി ടോപ്പ് നോച്ച്, അതിൻ്റെ സിനിമാറ്റോഗ്രഫി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ what I'm saying is that it's a brilliant film. ആൻഡ് ഞാൻ പറയട്ടെ, ഞാൻ ഒരു പ്രാവശ്യം 4-5 പ്രാവശ്യം പടം കണ്ടു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു പടം. ആൻഡ് ഐ ഡിഡ് റെക്കമെൻഡ് ടു ലോട്ട് ഓഫ് ഫ്രണ്ട്സ് കാണണം എന്ന് പറഞ്ഞു. ഐ മെയ്ഡ് നോട്ട് ഹാവ് ഗോ നമ്മുടെ സോഷ്യൽ മീഡിയ പോയിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു സർക്കിളിൽ ഞാൻ എപ്പോഴും പറയാം ഈ പടം കാണണം, കിട്ടലും പടം ഞാൻ പറയും. പടം ഒന്ന് കുറച്ചൊരു ഫ്ലോപ്പോ ഡിസാസ്റ്റർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്ന അങ്ങനെ ഒരു ചില മാനസിക രോഗികളുണ്ട് വിളിച്ച് അവർ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തായി മൂഞ്ചി എല്ലാം നിങ്ങൾക്ക് കുറെ ആൾക്കാർ. പിന്നെ അപ്പം എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ക്രിറ്റിസിസം എടുക്കാൻ അറിയണ്ടല്ലോ. ഐ ഡു സംതിങ്. എനിക്ക് ഞാൻ 2 പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് 2 പടം ഫൈനൽ നമ്മൾ ചെയ്യുന്ന മിക്സിംഗ് ആണല്ലോ. ഈ ഫൈനൽ മിക്സിങ് സമയത്ത് എനിക്കറിയാം എവിടെ പാളി എന്ത് പാളിയില്ല, അതൊക്കെ എനിക്കറിയാം. ഇപ്പോൾ തീവ്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇൻട്രോലായപ്പോൾ എനിക്കറിയാം കൈയിടിയിരിക്കും, സെക്കൻഡ് ഹാഫ് ഈ ഒരു പോയിന്റിൽ കയ്യിൽ നിന്ന് പോയിന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് എനിക്ക് മനസ്സിലായി, ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോഴും കൈയിടിയാവുമെന്ന് എനിക്കറിയാം. ബ്രൂട്ടസ് പൊട്ടിച്ചെടി എവിടെയൊക്കെ വരും, ഞാൻ വിചാരിച്ച സ്ഥലത്ത് എല്ലാ ആൾക്കാരും ചിരിച്ചു. സോ അപ്പോൾ ഈ ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ കം ആൻഡ് ടെൽ മീ ഓക്കെ ദിസ് ഇസ് ദ റീസൺ ഇറ്റ്സ് കൂൾ. അപ്പം നോ, ഐ നോ ദാറ്റ്. പിന്നെ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്നും ഈ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ ഫീഡ്ബാക്ക് ആരോട് ചോദിക്കാറില്ല. നമുക്ക് അറിയാമല്ലോ, യു സീൻ ദ മൂവി, സീൻ ദ റിയാക്ഷൻസ്, യു നോ വാട്ട് ഇസ് ഗോണ ഹാപ്പൻ. അപ്പോൾ ഒരു ജഡ്ജ്മെന്റ് എനിക്ക് നേരത്തെ എനിക്കുണ്ട്. അപ്പോൾ അതിപ്പോൾ എന്താ പറയുക, കഷ്ടപ്പെട്ട് ഇനി എന്താ പറയുക കണ്ട അഭിപ്രായം ഞാൻ എന്തിനാ അഭിപ്രായം ചോദിക്കും. ഐ നോ വാട്ട് ഇസ് അഭിപ്രായം, മനസ്സിലായോ? ചില ആളുകൾ വിളിച്ചിട്ട് ഔട്ട് ഓഫ് ദ ഹാപ്പിനെസ് ഞാൻ കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ താങ്ക് യു എന്ന് പറയും, കഴിയും. കുറ്റം പറഞ്ഞ് വിളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ എന്റർടൈൻ ചെയ്യാറില്ല ആരും. മൂവി ലവറാണ്, മൂവി സിനിമകൾ കാണാനും ക്രിട്ടിസൈസ് ഇൻ എ ഗുഡ് വേ. ഐ ഡോണ്ട് ക്രിട്ടിസൈസ് ബട്ട് നമ്മൾ കാണുന്നു ഓക്കെ ലൈക്ക് യു നമ്മള് മൈൻഡിൽ പറയല്ലോ അല്ലെ, ഓക്കെ ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ നമ്മൾ സെൽഫ് ടോക്കിംഗ് പോലെ ചെയ്യുന്ന പോലെ. സോ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ വാ എനിക്ക് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് ഇൻ എ ഗുഡ് വേ. നമുക്കൊരു സിനിമ കണ്ടു ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയ നല്ല രസമായിരുന്നു അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ സിനിമകളുണ്ട്. പക്ഷെ എനിക്ക് അതാ ഞാൻ പറയണേ, ഇപ്പം അതാ ഞാൻ പറഞ്ഞു, അവർ ചെയ്ത് കഴിഞ്ഞു, ഇപ്പം നമ്മൾ പറ്റി പറയേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് അവരെക്കാട്ടും നന്നായി ചെയ്യാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു റോള് ഒന്നുമില്ല. എന്നാള് ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് കാർത്തിക് ശങ്കറിന്റെ അടുത്ത് ചോദിച്ചു, എന്നെ കൊണ്ട് ഒരു ക്യാരക്ടർ ഓൾറെഡി ചെയ്തൊരു ക്യാരക്ടർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് റോൾ ഡു യു റെക്കമെൻഡ് ഹിം ടു ഡു? അപ്പോൾ കാർത്തിക് പറഞ്ഞു സർഗം സിനിമയിലത്തെ കുട്ടന്തമ്പുരാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് പറഞ്ഞ എനിക്ക് ആരെങ്കിലും അങ്ങനെ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടന്തമ്പുരാൻ
എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ള character-ആണ്. അങ്ങനെയല്ല, സച്ച് എ ഹ്യൂജ് സ്കോപ്പ് ടു പെർഫോം. മനോജ് കെ ജയൻ ചേട്ടൻ പൊളിച്ചടക്കിയ സാധനം. ഞാൻ അദ്ദേഹത്തിന്റെ ഫാനായത് ആ സിനിമ സിനിമ കണ്ടിട്ടാണല്ലേ? സർഗത്തിന്റെ പൊട്ടുന്നപ്പുറം. അതെ. അമേസിങ് ആക്ടർ. അപ്പൊ അത് എന്ത് പുൾ ഓഫ് ആയിട്ട് ചെയ്തത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു. അപ്പൊ എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കാര്യം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഞാൻ ഡീപ് ഡൈവ് ചെയ്യാൻ ചെയ്യുള്ളൂ. എനിക്ക് പേയ്മെന്റ് വേണ്ട, ഞാൻ ready to do that. പേയ്മെന്റ് വേണം, കാശ് വേണം. ഇപ്പൊ സാധാരണ വാങ്ങിക്കുന്നതുകൊണ്ട് കൂടുതൽ കാശ് വാങ്ങിക്കും. വേറെ ഭയങ്കര എന്താ പറയാ, നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞാല് മെന്റലി എക്സോസ്റ്റഡ് ആയി മൈറ്റ് ടേക്ക് സം ടൈം ടു കം ഔട്ട്. സി ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനിപ്പോ അവസാനം ഡയറക്റ്റ് ചെയ്ത് ഇറങ്ങാൻ പോകുന്ന സിനിമ, അത് ദറ്റ് മൂവി ഈസ് അബൌട്ട്, ഇറ്റ്സ് എ ഡ്രാമ, ഇറ്റ്സ് എ കോമഡി. അച്ഛനും മകൻ്റെയും ഒരു ഫൈറ്റും പരിപാടിയും ട്രാൻസ്ഫോർമേഷനും ഒക്കെയാണ്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ദിസ് ഈസ് എ ടോട്ടൽ ഡ്രഗ് അഡിക്റ്റ്. അത് കഴിഞ്ഞിട്ട് ദിസ് ഗൈ ഡിപ്രഷനും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലല്ല, അത് എല്ലാവരും നടക്കുന്ന കഥ. എല്ലാ വീട്ടിലും അച്ഛനും മക്കളുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ പക്ഷെ അതിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഞാൻ സിനിമ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആ മെന്റൽ ഹെൽത്ത് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഐ റോട്ട് ദ സ്ക്രിപ്റ്റ്, ഐ ഡയറക്റ്റഡ്, ഐ ആക്റ്റഡ്, അതൊക്കെ ഞാൻ ചെയ്തു. സോ ആ സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് ടുക്ക് സം ടൈം ഫോർ മീ ടു കം ഔട്ട് ഓഫ് ദിസ് ഹോൾ തിങ്. ക്യാരക്ടർ അല്ല, ലൈക്ക് മൈൻഡ് ഫക്ക് എന്ന് പറയില്ല, അത് ഞാൻ ഐ റിയലി ഗോട്ട് സ്ക്രൂട്ട് മൈ ഹെഡ്. മനസ്സിലായി? അപ്പോൾ എനിക്ക് ഇറ്റ് ടുക്ക് ഗുഡ് 6 months ടു കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ഫ്രം ഇറ്റ്. എനിക്ക് ഇപ്പോഴും ആ പടം, പിന്നെ ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയപ്പോൾ ഞാൻ ഡബിങ് കഴിഞ്ഞിട്ടും ഞാൻ അറിയണം സ്ലിപ്പായി പോകാന്ന് പറയില്ലേ, ഒരു ഡാർക്ക് സോൺ. ദാറ്റ് മൂവി ടുക്ക് എവറിത്തിങ് ഫ്രോം മീ. എൻ്റെ മറ്റേ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, മെന്റൽ എക്സോഷൻ എന്ന് പറയില്ലേ, അത് ഭയങ്കരമായിട്ട് സംഭവിച്ചു. അതായത് ഇറങ്ങിയിട്ടില്ല, വൺസ് ഇറ്റ് റിലീസസ് അല്ല അങ്ങനെ ഇല്ലാത്ത കാര്യം അതാ പറയാം. ഓബ്വിയസ്ലി ഞാൻ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ, അതിൽ അഭിനയിക്കുന്നു, ഐ ഹാവ് ടു ഗിവ് മൈ 100%. പക്ഷെ അതിനെക്കാട്ടും ഉപരി അങ്ങനത്തെ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൗ ബാഡ്ലി ഇറ്റ് എഫക്റ്റഡ് മൈ മെന്റൽ ഹെൽത്ത് എന്നുള്ള സാധനം എനിക്ക് പിന്നീട് മനസ്സിലായി. ഐ ഡിഡ് സീക്ക് ഹെൽപ്പ്. ഞാൻ ഐ ഡിഡ് കൺസൾട്ട് വിത്ത് എ ഫ്യൂ തെറാപ്പിസ്റ്റ് ആൻഡ് കൈൻഡ് ഓഫ് തിങ്. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ പറഞ്ഞു, എനിക്ക് തോന്നുന്ന വെച്ചാൽ മൈ തെറാപ്പിസ്റ്റ് ടോൾഡ് മീ then ചിലപ്പോൾ what all you have been going through all these while in your life, ഇതൊക്കെ you put it on a paper and you revisit it through acting, so that might have affected your mental health. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ think in this way, you took it out of your system, you put it out there, കഴിഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു റിയലൈസേഷൻ കിട്ടിയത്. അതാ ഞാൻ പറഞ്ഞത്. ഐ തിങ്ക് അതിനൊക്കെ ശേഷമാണ് ഐ റീച്ച് ദാറ്റ് പോയിന്റ് വേർ nothing can affect me anymore. കാരണം because I've seen everything. The worst, I've seen the worst, I've seen the disastrous